കേരളം ഭരിക്കുന്ന CPM, ആ പാർട്ടിക്കകത്തെ പല സീനിയർ നേതാക്കളും അതേപോലെ തന്നെ LDFിൻ്റെ ഘടകകക്ഷികളായ CPI, പിന്നെ മറ്റുള്ള ചില പാർട്ടികളും, പ്രത്യേകിച്ച് പിന്നെ കോൺഗ്രസ് പാർട്ടി അവരുടെ ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ്, ഇവരൊക്കെ പറയുന്നു. അതേപോലെ തന്നെ അൻവർ വലിയ രീതിയിലാണ് പറയുന്നത്. MR അജിത് കുമാർ, അതായത് ADGPയും RSSന്റെ ലീഡേഴ്സുമായിട്ട് പല ആവർത്തി കണ്ടു. CPIന് വലിയ വലിയ വ്യാഖ്യാനങ്ങളാണ് കൊടുത്തേക്കുന്നത്. RSS എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇന്ത്യ ഭരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സിസ്റ്റർ കൺസേൺഡ് ആയിട്ടൊരു വലിയൊരു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടില്ല, ഒന്നാമത്. രണ്ടാമത്, RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റ് ഉള്ളത് കേരളത്തിലാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഈ അജിത് കുമാറിന് മുമ്പ് കേരളത്തിലെ ഏതെങ്കിലും പോലീസ് മേധാവിൽ DGPയോ ADGPയോ അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറിയോ സീനിയർ IAS ഓഫീഷ്യൽസോ RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്? ഇതാണ് ചോദ്യം. അത് CPIക്കാരും ഇതിനെതിരെ വകതിരിവില്ലാതെ പറയുന്നവർക്കെതിരെയുള്ള ചോദ്യമാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, സീനിയർ ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം DGP ആയിരുന്നു വളരെ കാലം. അതേപോലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ADGPമാരും കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും കേരളത്തിലെ സീനിയർ IAS ഓഫീഷ്യൽസും ഒക്കെ RSS നേതാക്കളെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇവരൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇവർ ഹോം സെക്രട്ടറിയോട് ഈ കാര്യം പറയും, അവർ കാണാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും ഓഫീസിനോട് പറയും അവർ കാണാൻ പോവുകയാണ്. ഇവർ ഒഫീഷ്യലി ഡ്രസ് ഇട്ടൊന്നുമല്ല കാണാൻ പോകുന്നത്. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അധികം പേരും കാണുന്നത് ഇവരെ കേരളത്തിൽ വെച്ചല്ല. അതാണ് അജിത് കുമാർ കാണിച്ച ഒരു ബ്ലണ്ടർ എന്ന് പറയുന്നത്. ആ ബ്ലണ്ടറായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇന്ന ദിവസം പോയി എന്നൊക്കെ. ഇത് പോകുന്നത് അവരെ അധികം പേര് ഇവരെ കാണുന്നത് ഡൽഹി വെച്ചാണ്. കാരണം അവരുടെ ഓഫീസിൽ പോയി കാണും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി കാണും. ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് ഇവരെ കാണുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം. ഈ പറയുന്ന സീനിയർ പോലീസ് ഓഫീഷ്യൽസ് ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും PFIയുടെയും നേതാക്കളെ കാണാറുണ്ട്. അല്ല, ഇല്ലെന്ന് പറയട്ടെ. കാരണം ഇത് ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ RSSും CPM സംഘടനം, RSS SDPI സംഘടനം അറിയാവുന്ന വസ്തുതയാണ്. പല ആൾക്ക് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? അപ്പം ഇതിനെ ഒന്ന് മയപ്പെടുത്തി പല നേതാക്കളെയും കണ്ട് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക, ഇതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇതിൻ്റെ പേരിലാണ് ബെഹ്റയാണെങ്കിലും പല DGPമാരാണെങ്കിലും ADGPമാരാണെങ്കിലും ഇതേപോലെയുള്ള സംഘടനകളുടെ നേതാക്കളെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ബോധ്യത, ഒരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ്. കാരണം മനസ്സിലാക്കുക, അജിത് കുമാർ വന്ന ശേഷം RSS CPM, RSS SDPI, RSS ജമാഅത്ത് ഈ പറയുന്ന സംഘടനകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ടു കാണും, കണ്ണൂരിൽ കൊല, പാലക്കാട് കൊല, തൃശ്ശൂരിൽ കൊലപാതകം, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടു കൂട്ടരുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ, ഇവർക്ക് എന്തൊക്കെയാണ് ഇഷ്യൂ എന്നുള്ളത്, അതിനകത്തെ പല കാര്യങ്ങളും പറഞ്ഞു തീർത്തൊരു ഒരു കൺസെൻഷൻസ്, അതായത് രണ്ടുപേരോട് സംസാരിച്ച് ഒരു രമ്യതയിൽ കൊണ്ടുവരിക. ഇത് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ DGPയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ്. കാരണം ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമാണിത്. ഇത് പോകുന്നതിന് മുമ്പ്, അതായത് കൃത്യമായിട്ട് ഹോം സെക്രട്ടറിയോട് പറയും, ഇത് ഗവൺമെന്റിന്റെ പ്ലാനാണ്. കാരണം രണ്ടു കൂട്ടരുമായിട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്യുക ഇഷ്യൂ. കാരണം സംഘടന ഉണ്ടാകരുത്, ലോ ആൻഡ് ഓർഡറിനെ ബാധിക്കും, ആളുകൾ മരിച്ച് വീഴരുത്, അതിനെ തുടർന്ന് വീണ്ടും പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാകും. ഇതിന്റെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഓഫീഷ്യൽസും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീഷ്യൽസ്, അതായത് IASകാരും ഇവരെ സ്ഥിരമായിട്ട് കണ്ട് സംസാരിക്കണം. അത് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന കാരണം ഈ RSS എന്ന് പറഞ്ഞ ബാൻ ചെയ്ത ഓർഗനൈസേഷൻ ഒന്നും അല്ല. അവർ പല ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഭരിക്കുന്ന BJPയുടെ പ്രധാനപ്പെട്ട സിസ്റ്റർ കൺസേൺ ആണിത്. BJPയുടെ അധികം നേതാക്കളും വന്നിരിക്കുന്ന RSSൽ നിന്നാണ്. അവർക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ നേതാക്കളെ കണ്ട് സംസാരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇതിനകത്ത് ഒരു പുല്ല് തെറ്റും കാണുന്നില്ല. ഈ CPI എന്ന് പറഞ്ഞ ആ സുനിൽകുമാർ എന്ന് പറഞ്ഞ പഴയ മന്ത്രി വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുക,
പിന്നെ മറ്റൊരു കാര്യം, ഈ പോലീസിനോട് അജിത് കുമാറിനോടും ഇത്രമാത്രം ദേഷ്യം. ഞാൻ കേരളത്തിലെ പോലീസിങ്ങിനെ, പിണറായി വിജയന്റെ പോലീസിനെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ കൃത്യമായിട്ടങ്ങ് പറയാം. കാരണം പിണറായി വിജയൻ അതിൻ്റെ അകത്ത് ഫെയിലിയർ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, മലപ്പുറം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, മലപ്പുറം ജില്ലയുമായിട്ട് മലബാറുമായിട്ട് ബന്ധപ്പെട്ട് ആൻറ്റി സോഷ്യൽ എലമെന്റ് ഇത്രയും നടക്കുന്നൊരു പ്രദേശം കേരളത്തിലില്ല. എത്ര പേരാണ് അവിടുന്ന് ISIS ജോയിൻ ചെയ്യാൻ പോയത്? എൻ്റെ ചോദ്യമാണ്. ഈ CPI മറ്റുള്ളവരോട് ചോദിക്കുവാണ്. കഴിഞ്ഞ പി ജയരാജൻ പറഞ്ഞു 140ഓളം പേരാണ് ISIS ജോയിൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോയത് കേരളത്തിൽ നിന്നാണ്. അതും ഈ ഭാഗത്തു നിന്നാണ് പോയിരിക്കുന്നത്. എന്താ ഇത് പോകുന്നതിൻ്റെ കാരണം? ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഇവരുടെ ആളുകളായിട്ട് നേതാക്കളുമായിട്ട് ഡീറാഡിക്കലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നത് പോലീസാണ്, അല്ലാതെ ഗവൺമെന്റ് മറ്റുള്ള മിഷണറി അല്ല ഇത് നടത്തുന്നത്. അതായത് ഡീറാഡിക്കലൈസേഷൻ ഈ സംഭവം നടക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്ലാനാണ്. ഹൈദരാബാദിൽ തുടങ്ങി, ലക്നൌയിൽ തുടങ്ങി, മുസാഫർ നഗറിൽ തുടങ്ങി, ഇന്ത്യയുടെ പല ഭാഗത്തും, കോയമ്പത്തൂർ തുടങ്ങി. കാരണം ഈ അന്തം പിടിച്ച ഈ പറഞ്ഞ മതവും തലയ്ക്കകത്ത് കയറി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പോയി യുദ്ധം ചെയ്യാൻ പോവുക. കാരണം ഹൂറികളെ കാണാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക. ഇതിനെ പറഞ്ഞു മനസ്സിലാക്കണ്ടായോ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ പോലീസിങ്ങിന്റെ ആവശ്യമുണ്ട്. അതായത് പോലീസ് രണ്ട് ഭാഗത്തും പറയണം. അതായത് ഇപ്പൊ RSSന്റെ പല നേതാക്കളെയും പോയി കണ്ടിട്ട് ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള അറ്റാക്ക് കുറയ്ക്കണം. ഇതൊക്കെ ഇതിൻ്റെ കോൺവെർസേഷനിൽ ഉണ്ടാവുന്ന. കാരണം അങ്ങനെ പറയുന്ന സമയത്ത് ഈ പറയുന്ന മൈനോറിറ്റി എന്ന് പറയുന്നത് വളരെ പ്രൊവോക്കേറ്റീവ് ആകും, മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആൾക്കാരോട് പറയണം സോഷ്യൽ മീഡിയയിൽ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ കുറയ്ക്കാൻ. ഇതൊക്കെ ഇതിൻ്റെ കോൺവെർസേഷൻ്റെ പാർട്ട്. ഞാനൊരു ഒന്ന് രണ്ട് സീനിയർ പോലീസ് ഒഫീഷ്യൽസിനോട് ചോദിച്ചപ്പോഴും എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി മിണ്ടായിരുന്നത്. അപ്പോൾ അവർ കൺഫേം ചെയ്ത കാര്യം കേരളത്തിലെ എല്ലാ സീനിയർ ആയിട്ടുള്ള പോലീസ് ഒഫീഷ്യൽസും SP-മാരും ഒക്കെ കാണാറുണ്ട്. അത് ഇതിൻ്റെതായ രീതിയിൽ രണ്ട് കൂട്ടരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി. കാരണം എല്ലാവരും ഒരു പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. പിന്നെ മറ്റൊന്ന്, PV അൻവറിന് ഇത്രമാത്രം അജിത് കുമാറിനോട് പ്രശ്നം ഉണ്ടാകാനുണ്ടായ കാരണം ഈ പല 4ഓളം ഡിവിഷനിലുള്ള 2-3 DYSP-മാരോട് SHO-മാരോട് ഞാൻ ഇവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. ഇവരൊക്കെ പറയുന്നത് ഈ അവിടുത്തെ പല നേതാക്കൾ ലീഗിൻ്റെ അകത്ത് വന്നാണ്, അൻവറാണെങ്കിലും ജലീലാണെങ്കിലും ഇവർക്കൊക്കെ വലിയൊരു ഹിഡൻ അജണ്ടയുടെ ഭാഗമുണ്ട്. ഇവർ പുറത്ത് കാണിക്കുന്ന മതേതരത്വമൊന്നും അല്ല. ഇവരുടെ അകത്ത് വലിയ സംഭവമുള്ള വർഗീയതയുണ്ട്. ഇവരത് പലതിനെയും പല രീതിയിലാക്കി കണ്ട്, അപ്പം ഹമാസുമായിട്ട് ഹമാസ് പാലസ്തീൻ ഇഷ്യൂവിനെ ഞാൻ പിന്തുണയ്ക്കുന്നയാളാണ്. പക്ഷെ മലപ്പുറത്തും ആ ഭാഗത്തുള്ള മുസ്ലിം വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് ഹമാസിനെ ഹിസ്ബുള്ളയാണ് പിന്തുണയ്ക്കുന്നത്. അവർ ISIS പിന്തുണയ്ക്കുന്നുണ്ട്, അവർ ഒസാമ ബിൻ ലാഡനെ പിന്തുണയ്ക്കുന്നുണ്ട്, അബൂബക്കർ ബാഗ്ദാദിയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതവരെ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ഡീറാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് രണ്ടു കൂട്ടരുമായിട്ട് സംസാരിക്കുക. ഇത് ആ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ലോ ആൻഡ് ഓർഡർ. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് അവസാനം ലാൻഡ് ചെയ്യുന്ന മുഴുവൻ അവിടെ. ഇപ്പൊ കൊച്ചി പിടിച്ചാലും അതിന്റെ ഒറിജിനേഷൻ അവിടെ മലപ്പുറം, കോഴിക്കോട്, മലബാർ. ഇതെവിടുന്ന്? അവരുടെ കണക്ടിവിറ്റിയാണ് ദുബായ്, മറ്റുള്ളത് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അവിടുന്ന് വരുന്ന ഈ പ്രദേശത്തുള്ളവരാണ്. അപ്പൊ എല്ലാ രീതിയിലും നിങ്ങൾ മനസ്സിലാക്കണം, പല ഉസ്താദുമാരെ ഉൾപ്പെടെയാണ് പിടിച്ചിരിക്കുന്നത്, പല സ്ത്രീകൾ ഉൾപ്പെടെ. കാരണം ഇവരുടെ മതത്തിനകത്ത് ഇത് വലിയ സംഭവമായിട്ട് ഒരു ആന്റി സോഷ്യൽ എലമെന്റ് നടത്തുവാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ അതിനെതിരെ ഗവൺമെന്റ് നടപടിയെടുക്കും. ആലോചിച്ച് നോക്കുക, അവിടുത്തെ ഉസ്താദന്മാരുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പല ഇഷ്യൂസ് ഉണ്ട്. ഇവർ കൊച്ചുകുട്ടികളെ സെക്ഷൽ അസോൾട്ട് ചെയ്യുന്നു. അതിനെതിരെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ, കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പോലീസ് ആക്ഷൻ എടുക്കുക. അതിന് വരെയാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് പല ആൾക്കാരുടെ കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടി. ഇതെങ്ങനെ പോലീസിന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നേ? അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. അതായത് മലപ്പുറത്തുള്ള ഈ പോലീസിങ് എന്ന് പറയാൻ നേരത്തെ ഉണ്ടായിരുന്നത്, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ശരിക്കും കയറി പിടിച്ചു. അതൊക്കെ ഇവന്റെ അടിനാവി ഇളക്കി. ഇതുകൊണ്ടുള്ള വൈരാഗ്യമാണ്. ഇയാൾ കാട്ടുകള്ളനാണ്. ഇതിനകത്തൊന്നും P ശശിക്കൊന്നും വലിയ റോളൊന്നുമില്ല. ഇയാൾ P ശശിയെ വിളിച്ച് പറയുന്നത് ഇയാളെ മാറ്റണം, അവരെ മാറ്റണം, ഇവരെ മാറ്റണം. നിങ്ങൾ കേട്ട് കാണും,
ഓഡിയോ ക്ലിപ്പിനകത്ത് സുജിത് ദാസിനോട് പറയുന്നത് സസ്പെൻഡ് ചെയ്യാതെ തിരിച്ചെടുക്കണം. ഒരു പോലീസിംഗ് ആണ്, ലോ ആൻഡ് ഓർഡറിന്റെ പാർട്ടാണ്. അപ്പം അൻവർ എന്ന് പറഞ്ഞ ഒരു കൊടുങ്കള്ളൻ ഇന്ന് വലിയ പരിശുദ്ധനായി മാറുന്നു. അപ്പൊ അയാളെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം CPM-നകത്തുള്ള പക്കാ സൂടാപ്പികളാണ്. ബേസിക്കലി അൻവർ നിങ്ങൾ അൻവറിനെ പറ്റി ഒന്ന് പഠിച്ച് മനസ്സിലാക്കി നോക്ക്. ഹീസ് എ ബോൺ ക്രിമിനൽ. അപ്പൊ അയാൾക്ക് അവിടെയും രക്ഷയില്ല. ഇപ്പൊ കിടന്ന് തുള്ളുകയാണ്. അപ്പൊ അയാൾക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അൻവർ അകത്ത് പോകും. എത്ര കേസാണുള്ളത്? പ്രൈമ ഫേസി പല കേസുകളുമുണ്ട്. പോലീസിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഫോൺ ചോർത്തുന്നു, പണം കൊടുത്ത്, കൈക്കൂലി കൊടുത്തിട്ട്. അതിനൊന്നും ഒരു കാരണവശാലും ജാമ്യം കിട്ടത്തില്ല, ശരിക്കും അകത്ത് പോകും. കാരണം ഇത് നാഷണൽ സെക്യൂരിറ്റി ആക്ടിന്റെ അകത്ത് വരുന്ന കേസാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ക്രിമിനൽ പറയാണ് അജിത് കുമാർ കള്ളനാണ്, പോലീസ് മുഴുവനും കള്ളനാണ് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ പോലീസിന്റെ ഒരു മൊറാൽ വാല്യൂ ഉണ്ട്. അതിനെ എവിടെ കൊണ്ട് ഇത് തീർക്കുന്നത്? അതുകൊണ്ട് ഈ അൻവറിന്റെ പലതും നിങ്ങൾ നിഷേധിക്കുകയാണ് വേണ്ടത്. അതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്.